ഒന്ന് ഇടുക്കുവാതിൽ കൂടെ, അതുപോലെ ഞെരുക്കമുള്ള വഴി. ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങൾ പണമുള്ളവരാണെങ്കിലും ധനമുള്ളവരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും എല്ലാവരും ഇടുക്കുവാതിൽ അവർ തന്നെത്താനെ ഉണ്ടാക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ ഇടുക്കുവാതിൽ അതിന് തടസ്സമായി നാം പ്രവർത്തിക്കുമ്പോൾ, അതിനനുസരിച്ച് പോകാതിരിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇടുക്കുവാതിൽ ഞെരുക്കമുള്ള പാത. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്, പാവപ്പെട്ടവരെല്ലാം ഇടുക്കുവാതിൽ കൂടെ, ധനവാന്മാരെല്ലാം വലിയ വാതിൽ. അങ്ങനെയല്ല. പാവപ്പെട്ടവരായാലും ധനവാന്മാരായാലും ആരായാലും ഇടുക്കുവാതിൽ അവർ തന്നെത്താനെ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമാക്കുമ്പോൾ മാത്രമേ നമ്മുടെ അകത്തുള്ള ജഡത്തിന് അത് ഇടുക്കുവാതിലായി മനസ്സിലാകുകയുള്ളൂ. അല്ല, നമ്മളെല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്? ഇടുക്കുവാതിൽ കൂടെ അല്ല. തീരെ പാവപ്പെട്ടവൻ, ഒരു വീട് പോലും ഇല്ലാതെ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നവനാണെങ്കിലും അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോവുകയാണെങ്കിൽ അവനും ഏത് വാതിൽ കൂടെ പോവുകയാണ്? വിസ്താരമുള്ള വാതിൽ കൂടെ പോവുകയാണ്. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നാം നമ്മുടെ ജഡത്തെ മരിപ്പിച്ച് നടത്തേണ്ടതിന് എന്ത് ചെയ്യണം? ഇടുക്കുവാതിൽ കൂടെ, ഞെരുക്കമുള്ള പാതയിൽ കൂടെ പോകണം. രണ്ടാമത് പറഞ്ഞത് മത്തായി കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ നുകം ഏറ്റെടുത്ത് നടക്കണം. ആ നുകത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങളിലാണ് നമ്മൾ എടുക്കേണ്ടതായ നുകത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കിടക്കുന്നത്. ആ ഭാഗങ്ങളെടുത്ത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചാൽ നമുക്ക് പോകാനുള്ള നുകമാകും. ഞാൻ വിചാരിക്കും നിങ്ങൾ ചിലരെങ്കിലും ആ വചനം വായിച്ച് കാണുമെന്ന്. നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പലരും ആ വചനം വായിച്ചു. അപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായല്ലോ ആ നുകം. അപ്പോൾ ആ വചനം വായിച്ചതിന് ശേഷം നിങ്ങൾ നുകം എടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ നുകത്തിൻ്റെ കീഴിൽ നാം വരയണം. എന്നാൽ മാത്രമേ ജഡത്തിന് ജയിപ്പാൻ കഴിയുള്ളൂ. ഇനിയും അതുകൂടായി ലൂക്കോസ് 9:23 വായിച്ചാൽ. Luke 9:23. See, yesterday we studied about the narrow path and also how to carry the yoke. Now the third thing, Luke 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. Luke 9:23. And he said to them all, if any man will come after me, let him deny himself and take up his cross daily and follow me. നാൾതോറും ക്രൂശ് എടുക്കണം. അപ്പോൾ ക്രൂശ് ദൈവം നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജഡത്തെ കൺട്രോളിലാക്കുവാൻ. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, നമ്മുടെ ജഡം നമ്മിൽ പ്രവർത്തിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ മാർഗത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വരുന്നതായ ക്രൂശാകുന്ന കഷ്ടങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരൊന്നിച്ച് ആവശ്യമുള്ള ഒരു കുടുംബത്തിലുണ്ട്, മക്കളിൽ കൂടെയുണ്ട്, അയൽവക്കത്തുകാരിൽ കൂടെയുണ്ട്. ആ ക്രൂശെല്ലാം എന്തിനു വേണ്ടിയാണ്? മാറ്റിക്കളയുവാനല്ല, നമ്മൾക്ക് നൽകിയിരിക്കുന്ന ജഡത്തെ ക്രൂശിക്കുവാനായി, ജഡത്തെ കൺട്രോൾ ചെയ്യുവാനായിട്ടാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ക്രൂശ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ക്രൂശിനെ ഓർത്ത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ജഡത്തിലൊരു ശൂലം കൊടുത്തിരുന്നു, 2-3 പ്രാവശ്യം പറഞ്ഞ് മാറ്റിക്കളയണം. പിന്നെ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ നമ്മൾക്ക് വരുന്നതായ പ്രയാസങ്ങൾ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ കുടുംബപരമായ പ്രശ്നങ്ങളായിരിക്കാം, പണപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലായിരിക്കാം. ആ ക്രൂശിനെ എപ്പോഴും നമ്മുടെ ജഡത്തിൻ്റെ മേൽ വെച്ച് അമർത്തി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ജഡം എന്താവും? കുറച്ചൊന്ന് അമങ്ങിയിരിക്കും. എന്നാൽ മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വരുന്ന കഷ്ടങ്ങൾ എല്ലാം ക്രൂശ്, ഓരോരുത്തർ അവരുടെ ക്രൂശ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ക്രൂശ് എടുത്ത് വെച്ചതിന് ശേഷമേ, ക്രൂശ് തോളയിൽ വെച്ചതിന് ശേഷമേ ഗോൽഗോഥായിലേക്കുള്ള ദർശനം ലഭിക്കുകയുള്ളൂ. ഇന്ന് പലരും ക്രൂശ് എടുത്ത് തോളയിൽ വെച്ചിട്ട് പിന്നെയും എവിടെ? പട്ടണത്തിലാണ് നടക്കുന്നത്. സഹോദര, ക്രൂശ് എടുത്ത് തോളയിൽ വെച്ചാൽ പിന്നെ പോകേണ്ടത് എങ്ങോട്ടാ? ഗോൽഗോഥായിൽ. ഇപ്പോൾ നമ്മൾക്ക് ഭാരം തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ക്രൂശ് എടുത്ത് വെച്ചിട്ട് പാളയത്തിന് പുറത്ത് ക്രൂശ് വെച്ചിട്ടുള്ളവരുടെ അടുക്കിലേക്കല്ല വരുന്നത്.
എങ്ങോട്ടാ പോകുന്നത്? ക്രൂശ് ഇല്ലാത്തവരുടെ ചുറ്റും നടക്കുക, ക്രൂശ് എടുക്കാത്തവരുടെ. അപ്പം നോക്കിയാൽ ആ സഹോദരിക്ക് ക്രൂശില്ല, ഈ സഹോദരിക്ക് ക്രൂശില്ല, ആ സഹോദരിക്ക് ക്രൂശില്ല, അവരെടുക്കുന്നത്. അപ്പം ഞാൻ എന്തിനാണ് ഇതെടുത്തുകൊണ്ട് നടക്കുന്നത്? ഒരു ക്രൂശ് എടുത്തുകൊണ്ട് എവിടോട്ട് ഇറങ്ങണം? പാളയത്തിന് പുറത്തേക്ക്. ഹല്ലേലൂയ. ക്രൂശ് എടുത്ത് തോളെ വെച്ചാൽ പിന്നെ ഗോൽഗോത്ത ആയിരിക്കണം ലക്ഷ്യം. എവിടെ ആയിരിക്കണം ലക്ഷ്യം? ഗോൽഗോത്ത. ഇന്ന് നമ്മളിത് ക്രൂശ് എടുത്ത് കുറച്ച് നേരം ക്രൂശ് എടുത്ത് തോളെ വെച്ചേച്ച് അവരുടെ പ്രയാസം ഇവരുടെ പ്രയാസം എങ്ങനെയെങ്കിലും ക്രൂശ് താത്തു വയ്ക്കാമെന്ന്. അങ്ങനെയല്ല, ഈ ക്രൂശിൽ തന്നെയാണ് നിങ്ങൾ യാഗമാകേണ്ടത്. ഹല്ലേലൂയ. ഈ ക്രൂശിൽ ഈ കഷ്ടതയാകുന്ന അത് തന്നെയാണ് യാഗം. അപ്പോൾ നമ്മുടെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇനി കഷ്ടതയെക്കുറിച്ച് കർത്താവിൻ്റെ ഓരോ താമസങ്ങൾ അടുത്ത ആഴ്ച വിഷയം തുടരുമ്പോൾ മനസ്സിലാവും. കഷ്ടങ്ങൾ എന്തിനൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കർത്താവ് അനുവദിച്ചിരിക്കുന്നത്, അതിൻ്റെ അതെങ്ങനെയാണ് അനുഗ്രഹമായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജഡത്തെ അടക്കി വാഴുവാൻ നാം എന്ത് ചെയ്യണം? ക്രൂശ് എടുത്തേ മതിയായുള്ളൂ. ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് സേയ്സ്, he that wants to follow me, let him take his cross daily. Cross means sufferings. You may have a cross of maybe of your family life, maybe financial problem, maybe physical problem, maybe problem from the relatives, maybe problem from different places. Brothers and sisters, this cross God has allowed for us to control our flesh. This cross is for our flesh. When the cross is put on the flesh is crushed, and it will not encourage you to go outside the plan of God. So every problem you are facing is a blessing. Every problem. നമ്മൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ മാറത്തുള്ളൂ? അനുഗ്രഹമായിട്ടേ മാറും. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ രോഗമായാലും അത് അനുഗ്രഹത്തിനാണ്, പണം നഷ്ടമായാലും അനുഗ്രഹത്തിനാണ്, ആരെങ്കിലും വന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോയാലും അനുഗ്രഹത്തിനാണ്, ആരെങ്കിലും പുരയിടത്തിൽ കയറി തേങ്ങയെല്ലാം പിരിച്ചുകൊണ്ട് പോയാലും അനുഗ്രഹത്തിനാണ്, ആക്സിഡൻറ്റ് വന്നാലും അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവ പൈതങ്ങൾക്ക് ഈ ലോകത്തിൽ വരുന്നതെല്ലാം അനുഗ്രഹം തന്നേച്ചേ പോകുന്നു. എന്നാൽ ഈ സമ്പത്തുകളും മറ്റുള്ളതൊക്കെ വന്നാൽ എന്താണ്? കുറച്ചുറക്കിയേച്ച് പോകും. കഷ്ടതയായ പ്രയാസങ്ങൾ എന്ത് വന്നാലും എന്താണ്? അപ്പോൾ അനുഗ്രഹത്തിൻ്റെ പ്രസംഗം എങ്ങനെ ആയിരിക്കണം? ഏതാണ് വാസ്തവത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ പ്രസംഗം? വാസ്തവത്തിലുള്ള അഭിവൃദ്ധിയുടെ പ്രസംഗം ഏതാണ്? നമ്മളെ ആത്മാവിൽ നടത്തേണ്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ വചനത്തിൽ ആഴമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് വരും, നിങ്ങൾ ആഴമായി നിങ്ങളുടെ ജീവിതത്തിലും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വന്ന രോഗങ്ങൾ, കുടുംബ കലഹങ്ങൾ, അതുപോലെ അയൽവക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹത്തിന് മാത്രമാണ്. നമ്മുടെ ബലഹീനതകൾ കണ്ടുപിടിക്കുവാൻ നമുക്കിടയാകും, നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കുവാനിടയാകും, നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവം കണ്ടുപിടിക്കുവാനിടയാകും. അപ്പോൾ അയൽവക്കത്തുകാരനെതിരായിട്ട് തീർന്നെങ്കിൽ മാത്രമേ ചിലപ്പം കോപം ഉണ്ടെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ, വൈരാഗ്യം ഉണ്ടെന്നുള്ളത് മനസ്സിലായി, കോപമുണ്ട്, വൈരാഗ്യമുണ്ട്, ഇനി നിന്നെ പിടിച്ചിട്ടേ ഉള്ളൂ കാര്യം, നിൻ്റെ മേൽ ക്രൂശ് വെച്ചിട്ടേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾക്ക് വരുന്ന സകല പ്രയാസങ്ങളും എല്ലാ കഷ്ടങ്ങളും നാം ചുമന്നുകൊണ്ട് പോകേണ്ടതിനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടതയാകുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങളാകുന്ന ദുഃഖങ്ങളാകുന്ന ക്രൂശിനെ മാറ്റിവെക്കാൻ പ്രാർത്ഥിച്ചാൽ ആര് സന്തോഷിക്കും? ജഡം. നിങ്ങളുടെ ജഡം പറയുന്നത് ക്രൂശ് വേണ്ട, ജഡം പറയുന്നത് സന്തോഷം മതി, ആനന്ദം മതി. അപ്പോൾ ജഡത്തിനോട് പറയണം, ജഡത്തിന് ഒരു കാലത്തും ക്രൂശ് ഇഷ്ടമല്ല. ക്രൂശിൻ്റെ വൈരി ആരാണ്? ജഡം. കാരണം ജഡത്തിനറിയാം എന്നെ അതിലവരെന്ത് ചെയ്യും? ക്രൂശിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ ജഡം എപ്പോഴും ക്രൂശിനെ ഇഷ്ടപ്പെടുന്നവനല്ല, ക്രൂശിന് വൈരിയാണ്. അതുകൊണ്ട് ആ ജഡത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഹല്ലേലൂയ, ക്രൂശ് വരുമ്പോൾ നിൻ്റെ സിംഹാസനം വന്നിരിക്കുന്നു, ജഡമേ നിൻ്റെ സിംഹാസനം വന്നിരിക്കുന്നു, നിനക്ക് വേണ്ടിയതുള്ളൂ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏത് കഷ്ടം വന്നാലും, ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങളായാലും,
അയൽവക്കത്തുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഏത് പ്രശ്നങ്ങളായാലും അത് ആർക്ക് അനുഗ്രഹമാണ്? നമുക്ക് അനുഗ്രഹമാണ്. ആരുടെ മേലാണ് അത് പോയി വീഴുന്നത്? ജഡത്തിൻ്റെ മേലെ. ഹല്ലേലൂയ. അപ്പം ജഡത്തെ ക്രൂശിക്കുവാനായി, അപ്പോൾ നമ്മുടെ ജഡത്തെ ക്രൂശിക്കുക, എന്നാൽ മാത്രമേ ജഡത്തെ ജയിപ്പാൻ കഴിയുള്ളൂ. നമ്മുടെ വിഷയം എന്താണ്? ആത്മാവിൽ ആരംഭിച്ച് എന്ത് ചെയ്യുന്നു? ജഡത്തിൽ പോകുന്നു. കാരണം ജഡം വളർന്നു. അപ്പോൾ ഈ ജഡത്തെ എന്ത് ചെയ്തേക്കുള്ളൂ? ബ്രേക്ക് ഇട്ട് പിടിച്ചേ ഒക്കെയുള്ളൂ. അപ്പോൾ അതിന് ദൈവം നൽകിയിരിക്കുന്നത്, അതിന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, എൻ്റെ നുഖമേറ്റെടുക്കുക. ഇന്നലെ നുഖത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുന്ന കാര്യം. ആ നുഖമേറ്റെടുത്ത് നടക്കുക. അതുകൂടാതെ നമ്മുടെ ഡെയിലി അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം ദിവസം തോറും, മലയാളത്തിൽ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഡെയിലി. മലയാളത്തിൽ ഡെയിലി എന്നാണ്, ഇംഗ്ലീഷിൽ നാൾതോറും, എല്ലാ ദിവസവും. അപ്പം ക്രൂശില്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകരുത്. കാരണം ജഡം ഇല്ലാത്ത ദിവസം ഏതെങ്കിലും ഉണ്ടോ? ജഡമില്ലാത്ത ദിവസമെങ്കിലും ഉണ്ടോ? ഇല്ല സഹോദര, ജഡം എപ്പോഴും ഉണ്ട്. അപ്പം ജഡത്തിൻ്റെ പുറത്ത് ഇത് ജഡമാണെങ്കിൽ ഈ ജഡത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഇത് ജഡമാണെന്ന് വിചാരിച്ചു, ഈ ജഡത്തിൻ്റെ പുറത്ത് എപ്പോഴും എന്ത് ഇരിക്കണം? ഈ ക്രൂശ് വെച്ച് അമർത്തി വെക്കണം. ഹല്ലേലൂയ. ഈ ക്രൂശ് വെച്ച് അമർത്തി വെക്കണം, അനങ്ങരുത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ജഡം വരുന്നതെന്ന് എന്ത് പറയും? എനിക്ക് സുഖം വേണം, എനിക്കിത് വേണം. അപ്പോൾ ജഡത്തെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലായ്പ്പോഴും, those who desire to overcome the flesh should always welcome the cross of suffering daily. You cannot escape it for a day, because your flesh is always with you all the 24 hours of the day. So you need daily cross, daily suffering. You need daily problems. If you live a day without problem, means your flesh will become little ease, and the next day it will become more troublesome. So we should thank God for the problem you face. It may be physical weakness, it may be mental sorrows, or so many. So everyone has to find out, what is my cross? And then thank God for that cross. When we keep thanking God for the cross, then your flesh will say, oh, this man is a tough man. Always remember, the flesh never liked suffering. Your flesh, because flesh, why never likes suffering? Because flesh knows that is my cross. He is going to crucify me on that. So we should be willing to take the cross every day. Where it is a leg pain, where it is a body pain, where it is a food problem, where it is a money problem. Thank you, Lord. Thank you for the cross. Thank you for the cross. When you say like that, then you know, oh God, my flesh. You know, the flesh is the one that always takes you away from the presence of God. Mr. Flesh, this is your gift. Keep it on you. So we should have problems daily. നമുക്ക് എല്ലാ ദിവസവും എന്തുണ്ടായിരിക്കണം? പ്രശ്നങ്ങളുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിച്ചാണ് ഈ ബൈബിൾ ക്ലാസ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാ ദിവസവും കുറച്ച് ദിവസമൊക്കെ മാറിപ്പോകുമെന്നല്ല. അല്ല സഹോദര, ഈ ബൈബിൾ ക്ലാസ്സിൽ കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന വചനപ്രകാരം നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ കഴിയും. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്തോത്രം സ്തോത്രം സ്തോത്രം, ദൈവം അനുവദിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ ഫ്ലഷിനെ, എൻ്റെ ജഡത്തെ നിയന്ത്രിക്കുവാൻ ദൈവം പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്ത് പ്രശ്നമായാലും, ആക്സിഡൻ്റ് ആയാലും, ഹല്ലേലൂയ, ദേഹത്തിൻ്റെ വേദനയായാലും, ഭർത്താവ് എതിരായിട്ട് പറഞ്ഞു, ഭാര്യ എതിരായിട്ട് പറഞ്ഞു, എന്തു തന്നെയായാലും, എവരി പ്രോബ്ലം, എല്ലാ പ്രശ്നങ്ങളും എന്തു തരത്തേ ഉള്ളൂ? അനുഗ്രഹമേ തന്നേച്ചു പോകത്തുള്ളൂ. അതെങ്ങനെയാ? ഒരു പ്രോബ്ലം വന്നു, ആക്സിഡൻറ്റ് വന്നു. ആക്സിഡൻറ്റ് വന്നപ്പോൾ നമ്മളെ ചെറിയ പ്രോഗ്രാമുകളൊക്കെ വെച്ചു, കാറിടിച്ച് കൈ പൊട്ടി, അല്ലെ കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, അതായി. അപ്പം നമ്മുടെ ആ പല സ്പീഡും, നമ്മുടെ പ്ലാനുകൾ പലതും എന്തായിത്തീരും?
ഫ്ലഷും മൈൻഡും കൂടെ ചെയ്യുന്ന പ്ലാൻ എല്ലാം സ്റ്റോപ്പ്. പിന്നെ അവിടെ കുറച്ച് നാൾ കിടന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ അതുപോലെ എൻ്റെ ജീവിതത്തിൽ അപകടങ്ങളുണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ വന്നിട്ടുണ്ട്, മരണപരമായ രോഗങ്ങൾ വന്നിട്ടുണ്ട്, ഉപദ്രവങ്ങൾ വന്നിട്ടുണ്ട്, എത്രമാത്രം. അതെല്ലാം റോമൻസ് 8:28 വായിച്ചാൽ, റോമാലേഖനം 8:28, റോമൻസ് 8:28, റോമാലേഖനം 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും ഭാര്യ ഭർത്താവ് തമ്മിലുണ്ടായ വഴക്കും എന്തിനു വേണ്ടിയാ? എന്തിനാ? നന്മയ്ക്കായിട്ട്. അയൽവക്കത്തുകാരുടെ വഴക്ക് നന്മയ്ക്കായിട്ട്. വലിയ കാര്യത്തിൽ അവിടെ നിന്ന് ഒരു 100 രൂപ അല്ലെങ്കിൽ കുറച്ച് രൂപയും കൊണ്ട് കടയിലോട്ട് പോയി, 500 രൂപയും കൊണ്ട് കടയിലോട്ട് പോയ വഴി ബസ്സിൽ നിന്ന് ആരോ പോക്കറ്റ് അടിച്ചു. അതും എന്തിനു വേണ്ടിയാ? നന്മയ്ക്കായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നന്മയ്ക്കായിട്ട്. അങ്ങനെയുള്ളവർ സാത്താനെ നോക്കി പറയും, സാത്താനെ നിനക്ക് എന്തോ ചെയ്യാൻ കഴിയും? എല്ലാം നന്മയ്ക്കായിട്ടെന്ന് മനസ്സിലാക്കിയവർ സാത്താനെ നോക്കിയിട്ട് പറയും, പാവപ്പെട്ട സാത്താനെ നിനക്ക് എന്ത് ചെയ്യാം? നീ എന്ത് എനിക്ക് ഇതിനോട് ചെയ്താലും അത് എനിക്ക് എന്തായി മാറത്തുള്ളൂ? നന്മയ്ക്കായിട്ട്. അപ്പം നീ എന്നെ തകർക്കാനായിട്ടാണ് നോക്കുന്നത്, പക്ഷേ എനിക്ക് എന്തായി മാറും? അത് നന്മയ്ക്കായിട്ട് മാറും. See, looking at Satan, you can say, Satan, you may be working very hard against me, but poor Satan, whatever things you do against me, it's going to give me a blessing only. Whatever Satan may be bringing an atom bomb, like destructive things, it's only give us blessing. So, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പാതാളമേ മരണമേ നിനക്ക് എന്ത് ചെയ്യാൻ ഒക്കും? അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഞങ്ങൾ ജയകാളികളായി മുൻപോട്ട് പോകുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ നാം വായിക്കുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം. 2 Corinthians chapter 2 verse 14. 2 Corinthians chapter 2 verse 14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. Now thanks be unto God which always causeth us to triumph in Christ and maketh manifest the power of his knowledge by us in every place. See, always triumpheth us. മലയാളത്തിൽ വായിച്ചാട്ട്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ വീട്ടിൽ അരിയില്ല, ജോലിയില്ല, കുഞ്ഞുങ്ങൾ വിശന്ന് കിടക്കുകയാണ്. അപ്പോഴും എന്താണ് ജയോത്സവം? എന്താണ് അതെങ്ങനെയാണ് ജയോത്സവമായെന്ന്? സഹോദര, നിങ്ങളിങ്ങനെ പറയാം, കുഞ്ഞുങ്ങൾ കിടന്ന് കരയുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, എൻ്റെ ജഡമേ നീ ഇതിനു മുമ്പ് എവിടെയൊക്കെയാണ് ഉണർന്ന് നടന്നത് എന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഒക്കും? ക്രമീകരിക്കുന്നു. അതുകൊണ്ട് സാത്താന് ദൈവമക്കളുടെ അടുക്കൽ വന്നാൽ എന്താണത്? എന്താ അവന് വരുന്നത്? ദൈവമക്കൾക്ക് വന്നാൽ അനുഗ്രഹം. ഹല്ലേലൂയ. സാത്താൻ നമ്മളെ തകർക്കാനെന്ന് പറഞ്ഞ് തകർക്കുന്ന ബോംബെന്ന് പറഞ്ഞ് എഴുതി ഒരു സൈഡ് സാത്താൻ വിടുമ്പോൾ, സാത്താൻ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളെ എതിരായിട്ട് ഒരു ബോംബ് കൊണ്ടുവരികയാണ്. അപ്പൊ സാത്താന്റെ സൈഡിൽ നോക്കുമ്പോൾ ആ ബോംബെയിൽ എന്താ എഴുതിയിരിക്കുന്നത്? തകർക്കുക. എന്നാൽ ഇവിടെ നോക്കിയാൽ, നിങ്ങൾ വായിച്ചാൽ, അനുഗ്രഹിക്കുന്ന ബോംബ്. ഹല്ലേലൂയ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? Come on, bring it quickly. Satan, see, when Satan brings a bomb to destroy you, on one side, on his side it is said, this bomb will destroy him. But as a child of God, you read it, this is a bomb of blessing. Satan's side it is a bomb of destruction, on our side it is a bomb of blessing. So always, everywhere. Hallelujah. I have been through how many problems in life. എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രയാസങ്ങളുണ്ടായി. അതെല്ലാം എന്തായിരുന്നു? അനുഗ്രഹങ്ങളായിരുന്നു. ഹല്ലേലൂയ. നിന്ദകൾ അനുഗ്രഹങ്ങൾ, മറ്റുള്ളവർ ആരോപണം പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ, മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ, എവറിത്തിങ് ഗീവ്സ് മീ എ ബ്ലെസ്സിങ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ? Always in every place. Do you believe this word? God triumpheth us. God gives us victory always and in
every place. For whom? Those who love the Lord. If you love yourself, it is painful for you. Sometimes we love ourselves. Then when our desires are not met, we start crying. But if you love the Lord, oh Lord, there is something going to change in me. Then you will start praising God. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇരുന്ന് കരയാൻ തുടങ്ങും. അയ്യോ എനിക്കങ്ങനെ ഭവിച്ചല്ലോ, സെൽഫ് പിറ്റിയിൽ കിടന്നങ്ങ് കരയാൻ തുടങ്ങും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നവും എനിക്ക് നന്മയ്ക്കായിട്ട്, ഹല്ലേലൂയാ. അപ്പോൾ പ്രശ്നം വരുമ്പോഴും എന്താണ്? ഹല്ലേലൂയാ. കഷ്ടം വരുമ്പോഴും ഹല്ലേലൂയാ. രോഗം വരുമ്പോഴും ഹല്ലേലൂയാ. പണമില്ലാതെ വരുമ്പോഴും ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ആഹാരം വെച്ചുകൊണ്ടിരിക്കുക, അറിയാതെ നിങ്ങൾ ഏതോ കറി വെച്ചുകൊണ്ടിരുന്നു, അത് മുഴുവൻ അങ്ങ് കരിഞ്ഞുപോയി. ആണ് എന്ത് ചെയ്യുക? ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എന്തുവാ കർത്താവ് ഇത് കരിഞ്ഞു പോയതിൻ്റെ ഉദ്ദേശം എന്തുവാ? ഒന്ന് പഠിപ്പിക്കണേ, ഒന്ന് സ്തോത്രം പറയുക. ഹല്ലേലൂയ. അയ്യോ കരിഞ്ഞു പോയി, സാത്താനെ നീ എവിടുന്ന് വന്നു? ശരിയാ, സാത്താനാ വന്നത്. അതുകൊണ്ട് കരയേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണ് വരുന്നത്? കർത്താവ് ഇതിൽ കൂടെ തരുന്ന അനുഗ്രഹം എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓൾവേസ് ഇൻ എവറി പ്ലേസ്. ഞാൻ ഒരു പുതിയ ആളല്ല. ഈ സാത്താനുമായുള്ള മല്ലയുദ്ധത്തിൽ അനേക ദിവസങ്ങൾ കഴിച്ച ശേഷം ആണ് പറയുന്ന കാര്യം, മല്ലയുദ്ധത്തിൽ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ദൈവമക്കൾക്ക്, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് സാത്താൻ ഒരു തിന്മയും ചെയ്യുവാൻ കഴിയില്ല. ഡു യു ബിലീവ് ഇറ്റ്? ഡു യു ബിലീവ് ദാറ്റ് Satan cannot harm us? How many of you believe that? We are eternally protected people. We are eternally protected. നമ്മൾ നിത്യമായി സംരക്ഷിക്കപ്പെട്ട ദൈവങ്ങളെ. സാത്താനേ, നിനക്ക് ഞങ്ങൾക്ക് ഒരു ദോഷം ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. പാതാളമേ മരണമേ നിന്നോടെ ജയമെവിടെ? കുഞ്ഞാട്ടിനാം കോട്ട തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. പാതാളമേ മരണമേ നിന്നോടെ ജയമെവിടെ? കുഞ്ഞാട്ടിനാം കോട്ട തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. ഓ ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാധന സേനായിൻ വീരന, അഭയം താനവർക്കെന്നുമേ. മഹത്വരാധന സേനായിൻ വീരന, അഭയം താനവർക്കെന്നുമേ. Husband and wife quarrel. Husband and wife start quarreling. So many things. Then disappointed. Then go in that another corner in the other room. Thank you Lord for this quarrel. Lord, what is the problem in me which you want to rub it off? Then after 1 hour, holding the hand of the husband, praise the Lord, പാതാളമേ മരണമേ, start singing the song. Hallelujah. ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടായി, ഭയങ്കര വഴക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ദിത്തന തർക്കമുണ്ട. ഇപ്പം എല്ലാം തകർന്നു പോകുന്ന നിലയിലായി. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് അങ്ങ് മുകളിലോട്ട്. ഇതും അനുഗ്രഹത്തിനാ, ഇതും അനുഗ്രഹത്തിനാ. ഭാര്യ തന്നെയായിരുന്നു, കർത്താവേ എന്തുകൊണ്ടാണ് എവിടെയാണ് എനിക്ക് കോപം വന്നത്? ഭർത്താവ് എന്തുകൊണ്ടാണ് വന്നത്? രണ്ടുപേരും കൂടെ റബ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കൂടെ ഹല്ലേലൂയ. രണ്ടുപേരും കൂടെ പിന്നെയും കൈ പിടിച്ചിട്ട് എന്ത് പറയാണ്? സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ജയം. അപ്പോഴാ സാത്താൻ വിചാരിക്കുന്നത് നിങ്ങൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ ഇപ്പം ജയിച്ച് ഇപ്പം ഒരു തകർന്നു. പിന്നെ രണ്ടാമത് നിങ്ങളെല്ലാം കൂടെ കൈകൊട്ടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് കഴിയുമ്പോൾ സാത്താൻ ഈ ബോംബും പറ്റിയില്ല, ഈ ബോംബ് ഇവർ ഒന്നുകൂടെ അടുത്തതേ ഉള്ളൂ. ഈ ബോംബ് കൊണ്ട് ഇവരെന്ത് ചെയ്തേ ഉള്ളൂ. ഇതാണ് ദൈവമക്കളുടെ അനുഭവം. ഞാൻ ദൈവവചനമാണ് നിങ്ങളോട് പറയുന്നത്, ഇത് ശാപമല്ല. ചിലർ പറയും ഇതൊന്നും അറിയാത്തതുകൊണ്ടോ സാത്താൻ കയറി വന്നിരിക്കുക, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുക. പ്രവചനങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സാത്താനേ ഇറങ്ങിപ്പോ, സാത്താൻ വന്നാലും അനുഗ്രഹമാ, പിന്നെ എന്തിനാ ഭാരപ്പെടുന്നേ?
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? We are the only eternally protected people in the whole world. The true disciples of Christ are the only protected people from all tricks of Satan. Whenever he brings troubles, it's a blessing. സാത്താനുമായിട്ടുള്ള സകല തന്ത്രങ്ങളിൽ മേലും ജയിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളാണ്. അപ്പോൾ ഏതെങ്കിലും വാതിൽ കൂടെ അകത്ത് കൊണ്ടുവന്നാൽ ഉടനെ ഈ വാതിലിൽ കൂടെ കയറി വന്നത് നീ, എനിക്ക് ക്ഷമയില്ലായിരുന്നു, ആ വാതിൽ കൂടെ നീ അകത്ത് വന്നു, സ്തോത്രം 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 സ്തോത്രം, ആ വാതിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? അടയ്ക്കാൻ പോവുക. സ്തോത്രം. അപ്പോൾ എൻ്റെ ക്ഷമക്കുറവ് മാറി. ഹല്ലേലൂയാ. ഞാൻ പെട്ടെന്ന് കോപം വരുന്ന ആ വാതിൽ. അപ്പോൾ ഓരോ പ്രശ്നം വരുമ്പോഴും സാത്താൻ കയറുന്നു വരുന്ന വാതിൽ എന്ത് മനസ്സിലാക്കാൻ നോക്കും, പിന്നെ അതിനെ എന്ത് ചെയ്യുക? അടയ്ക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഓൾവേസ്, എല്ലായ്പ്പോഴും. വീണ്ടും വായിച്ചാട്ട് 2 കൊരിന്ത്യർ വായിച്ചാട്ട് 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും, അല്ലെങ്കിൽ നമ്മൾ പറയണം വല്ലപ്പോഴും അല്ല. ക്രൂസിൻ്റെ അടുക്കൽ വന്നപ്പോൾ മുതൽ നിങ്ങൾ വാസ്തവമായി നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ ആരാഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം വളരെ വിഷമേറിയ അനുഭവങ്ങളെല്ലാം തന്നെ ജയത്തിന് വേണ്ടിയായിരുന്നു. ജയം മാത്രമേ തന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് വരെ സാത്താൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സാത്താൻ ചെയ്ത് എന്നെ കുറച്ച് ചിരണ്ടി ഇരടുത്തു, അതെല്ലാം എനിക്ക് എന്തായി തീർന്നു? എൻ്റെ അകത്തെ മനുഷ്യന് ബലമായി തീർന്നു. അതുകൊണ്ട് മിസ്റ്റർ സൈത്താൻ താങ്ക് യു. മിസ്റ്റർ സാത്താൻ എന്താ പറയണേ? താങ്ക് യു. ഞാൻ പലപ്പോഴും സാത്താനോട് പറയും, നീ എനിക്ക് വേണ്ടിയാണ് നീ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നെ ഗുണപ്പെടുത്താനാ. നീ നിൻ്റെ വർക്ക് ചെയ്തോ. യു ആർ മൈ ഹെൽപ്പർ. എൻ്റെ അകത്തുള്ളതായ നിൻ്റെ സാധനങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്നെ എന്ത് ചെയ്യുന്നു? നീ വന്ന് എന്നെ ശല്യപ്പെടുത്തുക. അതുകൊണ്ട് നീ എന്നെ ശല്യപ്പെടുത്തുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നിൻ്റെ ഇന്ന സാധനങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. സ്തോത്രം. എന്നാ എടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും, പട്ടിണിയാണെങ്കിൽ സ്തോത്രം, രോഗമാണെങ്കിൽ സ്തോത്രം, ആക്സിഡൻ്റ് ആണെങ്കിൽ സ്തോത്രം, ഇതാണ് ദൈവമക്കൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യത. ഇന്ന് പക്ഷേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം വല്ലവരും പാടുന്നുണ്ടോ? വേണം. ഉണർവ് വരാൻ പാടും. കഷ്ടത വരുമ്പോൾ, രോഗം വരുമ്പോൾ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യം. ഇത് മരണത്തിൻ്റെ അടുക്കൽ കിടക്കുമ്പോൾ പാടുമോ? മരണത്തിൻ്റെ എൻ്റെ ദൈവമേ എപ്പോഴാണ് നിങ്ങളെ വിടുവിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വി ആർ വെൽ സെക്യൂർഡ്. നമ്മുടെ പൊസിഷൻ എന്താണ്? എവിടെയാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത്? അവൻ്റെ ഉള്ളം കയ്യിൽ. ഹല്ലേലൂയ. അവൻ where we have been protected, we are protected in the palm of his hand. We are protected. അതുകൊണ്ട് നമുക്ക് വരുന്ന സകല കഷ്ടങ്ങളും കർത്താവ് എന്തിനു വേണ്ടി വരുന്നു? അതുകൊണ്ട് ആ കഷ്ടങ്ങളെ എടുത്ത് എന്ത് ചെയ്യണം? സ്തോത്രം. ആ കഷ്ടങ്ങളെ എടുത്ത് കിസ് ചെയ്യണം. സ്തോത്രം. യു ആർ മൈ ക്ലോസ് ഫ്രണ്ട്. നമുക്ക് വരുന്ന പ്രയാസങ്ങളെ എല്ലാ ദിവസവും എടുത്ത് എന്ത് ചെയ്യണം? അതിനെ ചുംബനം ചെയ്യാൻ പഠിക്കണം. ഓ മൈ ഫ്രണ്ട്, യു ആർ കം ടു പുട്ട് മൈ ഫ്രഷ് ആൻഡ് the suffering which has come. Oh my friend, suffering, good, I kiss you. You are come to help to put down my enemy. നമ്മളിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നാം ജഡമാകുന്ന സിംഹത്തെ കൊണ്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. I told you that we are walking a life with a lion of flesh. Flesh is like a lion in us. അപ്പോൾ വരുന്ന കഷ്ടങ്ങളെല്ലാം ആരെ അടിക്കുന്നതാ? ആ ലയൺ, ആ ഫ്ലഷ് ആകുന്ന ജഡത്തെ അടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ശത്രുവാകുന്ന ജഡത്തെ തകർക്കുന്നതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമോ സന്തോഷമാണോ? എല്ലായ്പ്പോഴും. സോ എവറി പ്രോബ്ലം, വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് us? Oh, when the problem comes, you will hear the voice. Oh, you are gone. God has chosen. God has forgotten you. Like this trouble, do this trouble. You hear his murmuring voice. Then you tell him, 2 Corinthians 2:14. You ask him, Satan, do you know 2 Corinthians 2:14?
Satan, you know, Romans 8:28. When you say this, he will flee. That thoughts will flee. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സൈക്കോളജി അല്ല, സത്യമാണ്, പ്രാക്ടിക്കലായിട്ടുള്ള. ഞാൻ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല തരുന്നത്. പ്രാക്ടിക്കലായി നമ്മൾക്ക് വരുന്ന ക്രൂശ് എപ്പോഴും നമുക്ക് എന്താണ് അനുഗ്രഹം. ഹല്ലേലൂയ. പിന്നെ ഈ ശാപം മാറ്റാൻ വല്ലവരും വന്ന കാര്യം നടക്കും. ശാപം മാറ്റാൻ ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, ദൈവമക്കൾക്ക് ശാപം ഇല്ല. ഹല്ലേലൂയ. ശാപത്തിൽ നാം എന്തായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ടെ, ഏതെങ്കിലും പ്രയാസങ്ങൾ അനുഗ്രഹം തരാതെ പോയിട്ടുള്ള പ്രയാസമുണ്ടോ? നിങ്ങൾ പറഞ്ഞാട്ടെ. അനുഗ്രഹിക്കാതെ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രയാസം ഉണ്ടോ എന്ന് നോക്കിയാൽ. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ മരണം വരെ അങ്ങ് മാറിപ്പോയി. അതെങ്ങനെയാണ് അനുഗ്രഹം? ഇതുവരെ ആരെയാ സ്നേഹിച്ചവർ? കർത്താവിനെ സ്നേഹിക്കേണ്ടവരെ താൽക്കാലികമായി തന്ന കുഞ്ഞിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? സ്നേഹിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമുക്ക് ഭാര്യയോ മക്കളോ ഭർത്താക്കന്മാരോ അപ്പന്മാരോ ആരുമില്ല. ശ്രദ്ധിച്ചോ? ആത്മാവും പ്രാണനും നോക്കുമ്പോൾ അവർക്കാരില്ല. ഭാര്യയില്ല, ഭർത്താവില്ല, അപ്പനില്ല, അമ്മയില്ല, മക്കളില്ല. ഇവിടെ ജഡത്തിൽ വന്നപ്പോഴേക്ക് എന്ത് കിട്ടി? ജഡത്തിൽ വന്നപ്പോഴൊരു അപ്പനെ കിട്ടി, ഒരു അമ്മയെ കിട്ടി, ഒരു ഭർത്താവിനെ കിട്ടി, ഒരു ഭാര്യയെ കിട്ടി, മക്കളെ കിട്ടി. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യഥാർത്ഥമായതിനെ വിട്ടിട്ട് അതിനെ പിടിച്ചുകൊണ്ടിരിക്കും. ഈ വിട്ടുപോകേണ്ടതിനെ എന്ത് ചെയ്യും? പിടിച്ചുകൊണ്ടിരിക്കും. കർത്താവ് എന്ത് ചെയ്യും? അതിനെ ഒന്ന് മാറ്റിക്കഴിയുമ്പോൾ അന്നേരമാണ് കണ്ണു തെളിയുന്നത്. ഓഹോ, ഞാൻ പിടിച്ചുകൊണ്ടിരുന്നത് ഏതായിരുന്നു? താൽക്കാലികമായിരുന്നു. നിത്യമായതിനെ ഞാൻ പിടിച്ചേ മതിയാകുള്ളൂ. ഞാൻ പറയുന്ന സത്യമായ സുവിശേഷമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, അപ്പനെയോ അപ്പനെയോ ഭാര്യയോ ഭർത്താവിനെയോ ഉപേക്ഷിക്കാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. താൽക്കാലികമായതിനെ വിട്ടുകളഞ്ഞാൽ നിത്യമായത് ലഭിക്കും. അപ്പോൾ കുഞ്ഞു മരിച്ചു പോയെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ, ആ കുഞ്ഞിനെ നീ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വാസ്തവത്തിൽ നിന്നോട് അകന്നു പോയിരുന്നു. അപ്പോൾ കുഞ്ഞിനെ നീ വിളിച്ചുകൊണ്ട് പോയതും അനുഗ്രഹം. ഹല്ലേലൂയ. ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോയതും അനുഗ്രഹം, ഭാര്യയെ കൊണ്ടുപോയതും അനുഗ്രഹം. അതുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന സകലതും, അതുകൊണ്ടാണ് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ സാത്താൻ ചെയ്യുന്നതെല്ലാം പ്ലസ് പ്ലസ് പ്ലസ്. അനുഗ്രഹം 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 അനുഗ്രഹം, മൈനസ് അല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? സാത്താൻ അറിയാം. നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായില്ലെങ്കിൽ സാത്താൻ അറിയാം ഈ പറയുന്നത് മുഴുവനും സത്യമാണെന്ന്. ഹല്ലേലൂയ. പിന്നെ നിങ്ങളെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഇരുത്തും, ഒന്ന് ഭയപ്പെടുത്തിയ. കർത്താവ് പറയും, സത്യം അറിയാൻ സത്യം നിങ്ങളെ എന്ത് ചെയ്യും? സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് ഈ സത്യം അറിയട്ടെ. അതുകൊണ്ട് ഡയബറ്റീസ് ആ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഡയബറ്റീസിനായി സ്തോത്രം. ഇതും അനുഗ്രഹമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇതിനു മുൻപേ ശരീരത്തെക്കുറിച്ച് ഒത്തിരി ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഡയബറ്റീസ് വന്ന് പിടിച്ചപ്പോഴാണ് മനസ്സിലായോ ഇത് വിട്ടുപോകേണ്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഡയബറ്റീസ് നീയും അനുഗ്രഹമാണ് കൊണ്ടുവന്നത്. ക്യാൻസർ നീയും അനുഗ്രഹമാണ് കൊണ്ടുവന്നത്. ബ്ലഡ് പ്രഷർ നീയും അനുഗ്രഹമാണ് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. പറയാൻ കഴിയുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വാസ്തവമാണ്, ദൈവവചനമാണ് ഞാൻ പറയുന്നത്. ദൈവവചനം, സത്യമായിട്ടുള്ള ദൈവവചനം. എവറി ട്രബിൾ ഇൻ ദ വേൾഡ് ബ്രിങ്സ് ഓൺലി ബ്ലെസ്സിംഗ് ടു എ ചൈൽഡ് ഓഫ് ഗാഡ്. എവറി പ്രോബ്ലം, money loss, think that you have lost your passport. See, when I was in China, my passport was taken away, lost. I thought I'm going to spend in prison only in China. That too, they were after me. But after 3 hours, I got it. Miraculously. ചിലപ്പോൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. വെളിരാജ്യത്തിൽ പോകുന്നവർ പാസ്പോർട്ട് തീർന്നു, അപ്പോൾ എല്ലാം തീർന്നു. ഞാൻ വിചാരിച്ചു ജയിലിൽ തന്നെ 3 പ്രാവശ്യം എന്നെ ചൈനയിൽ ജയിലിൽ അവർ അറസ്റ്റ് ചെയ്താൽ ജയിലിലിട്ടില്ല. പാസ്പോർട്ട് ഞാൻ പറഞ്ഞു ഇതോടെ തീർന്നു സകല കാര്യവും. ഞാൻ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ.
അപ്പോൾ ഇവിടെ തന്നെ ചൈന ജയിലിൽ കിടന്നാൽ, അപ്പോൾ ഞാൻ വിചാരിച്ച് ചൈന ജയിലിൽ കിടന്ന് ഇനി ചൈനീസ് ഭാഷ പഠിക്കാൻ കർത്താവ് കൃപ തരും. ഇതുവരെ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. ഇനി ചൈനീസ് ഭാഷ പഠിച്ചിട്ട് ഇവരുടെ ജോലി ചെയ്ത് ഇവിടെ ജയിലിനകത്ത് സഭയുണ്ടാക്കുക ഇന്നത്തെ പരിപാടി. സ്വത്രം. പാസ്പോർട്ട് പോയതിനാൽ സ്വത്രം 3 മണിക്കൂർ ഞാൻ പാസ്പോർട്ട്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു പാസ്പോർട്ട് പോയപ്പോൾ സ്വത്രം ഇനി ഇവരെ എന്നെ എന്ത് ചെയ്യില്ല, വിടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എല്ലായ്പ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നവൻ. ലിസ്ത്രായിൽ വെച്ച് കല്ലെറിഞ്ഞപ്പോഴും പൗലോസ് എന്താ പറയുന്നത്? കല്ലെറിഞ്ഞ് വെളിയിലെപ്പോഴും അപ്പോഴും എന്തുവാ നടത്തുന്നത്? ജയോത്സവമായി. കപ്പൽ ഛേദം വന്നപ്പോഴും ജയോത്സവം. 5 പ്രാവശ്യം ചാട്ടവാറിനാൽ അടിക്കപ്പെട്ടപ്പോഴും ജയോത്സവം. So always victory. He asked Paul, you are stoned in Lystra. Then what he says? It's victory. 5 times whipped with Roman whips. It's victory. Ship broke. Victory. Hallelujah. So we are the chosen people. We are sent by God. So everything's always victory for us. അപ്പോൾ ഈ കാരണത്തോണ്ട് ഈ ക്രോസ് നമ്മൾ അനുവദിച്ചിരിക്കുന്നത് എന്തിനാണ്? ആരായിരുന്നു അകത്ത് കരയേണ്ടത്? ജഡം ഇരുന്ന് കരയും. ചിലപ്പോൾ നമ്മൾ ജഡത്തോട് കയറി കരയും അങ്ങ്. അപ്പം ജഡത്തോട്, നീ എൻ്റെ ദുഷ്മൻ, നീ എൻ്റെ ശത്രുവാണ്, നിന്നോട് ഞാൻ കരയാൻ പോവുകയാണോ? നീ കരഞ്ഞു. അപ്പോൾ ഈ ജഡത്തെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ കരച്ചിൽ വരും. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ എന്ത് വരും? ആത്മാവിൽ സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് നാം പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനോട്, കർത്താവെ എനിക്ക് തന്ന കഷ്ടങ്ങൾക്കായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് അതായിരിക്കും ആദ്യം വരുന്നത്. കർത്താവെ, നീ എനിക്ക് നന്മയുടെ അനുഗ്രഹമല്ല, എന്നെ നടത്തിയ കഷ്ടങ്ങളുടെ പാതകളിൽ കൂടെ നീ എന്നെ നടത്തിയതിനാലാണ് പിതാവെ ഞാൻ ഇന്നിവിടെ വന്നു ചേർന്നത് എന്നാണ് ഞാനും നിങ്ങളെല്ലാം പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിലേക്ക് കഷ്ടതയാകുന്ന ക്രൂശിനെ എല്ലാ ദിവസവും ചുംബിക്കുവാൻ നാം പഠിക്കണം. അങ്ങനെ കഷ്ടതയാകുന്ന ക്രൂശിനെ നാം ചുംബിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജഡം എന്തു ചെയ്യും? ജഡത്തിന് പിന്നെ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിർത്തുവാൻ പോവുകയാണ്. നിർത്തുന്നതിന് മുൻപായി നമ്മുടെ കഷ്ടതയാകുന്ന ക്രൂശ് എടുക്കാൻ ഒരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. കർത്താവെ, കഷ്ടതയാകുന്ന ക്രൂശ് എടുക്കുവാൻ ടുഡേ ലെറ്റ് us make a decision. Lord, give me the grace to carry the cross of suffering every day. Lord, so far I was praying, Lord, remove this cross. Now you, Lord, today onwards I'll pray, Lord, help me to carry the cross. I don't have strength, but give me the grace. The flesh in you will cry. When the suffering comes, flesh in will you cry, oh, why this pain? Then tell him in the spirit, oh, Mr. Flesh, this is for you. I am going to rejoice. This cross is on you to crush you. When our flesh becomes weaker and weaker, our spiritual man becomes stronger and stronger. Then you walk in the spirit. Then, see, I tell you, for a child of God, every problem, a chosen child of God, every problem brings a blessing. Hallelujah. That's why Paul says, always and in every place. In prison also it is blessing. Hallelujah. Paul and Silas went to the prison, and there we find the jailer become a believer. Hallelujah. So it's also a blessing. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ പിരിഞ്ഞൊന്ന് സ്തോത്രം ചെയ്യാം. Let us believe it. Believe this word of God. ഈ വചനത്തെ ഒന്ന് വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. Hallelujah. Then you'll see. Let us trust this word and start praising God. Hallelujah. Hallelujah. കഷ്ടതയാകുന്നതിൻ്റെ സ്വീറ്റ്നെസ്, അത് രോഗമാകട്ടെ പ്രയാസമാകട്ടെ, കർത്താവ് അപ്പോൾ എന്ന് പറയുന്നത്, കർത്താവെ, നീ എന്നെ സ്നേഹിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് ഈ കഷ്ടങ്ങൾ തന്നത്. നീ എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് എൻ്റെ ക്രൂശ് എടുക്കുവാൻ നീ എനിക്ക് കൃപ തന്നതിനാൽ, അതുകൊണ്ടാണ് എൻ്റെ പുറമേ എൻ്റെ ഈ ജഡമനുഷ്യനെ എനിക്ക് അടക്കുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ.
Victory in the blood of Jesus. 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 ഇന്ന് കാരണം ഇതിനെതിരായിട്ടുള്ള പഠിപ്പീരാണ് കേരളത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെതിരായിട്ടുള്ള പഠിപ്പീരാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും പറയുന്നത് ഈ കഷ്ടതകൾക്ക് വേണ്ടി നന്ദി പറയുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഷ്ടത സഹിച്ചവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാപ്പാൻ. കഷ്ടതയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാപ്പാൻ. വിശ്വാസത്തിൻ നായകനും യേശുവേ മാത്രം ഞാൻ നോക്കിയിടുമേ. വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവേ മാത്രം ഞാൻ നോക്കിയിടുമേ. യേശു എൻ പ്രിയൻ, ക്രിസ്തേശു എൻ പ്രിയൻ. യേശുവേ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ. 14 യേശുവൻ പ്രിയൻ. 14 യേശുവേ പോൽ വേറെ പ്രിയനില്ല. മൃത കലങ്ങുന്നു അണുവും എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ. യേശുവേ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ. ആമേൻ, ആമേൻ. നമ്മൾ പുറമേ ഇതല്ല, ഈ വചനം ഞാൻ സ്വീകരിക്കുന്നു. ഐ അക്സെപ്റ്റ് ദിസ് വേർഡ്. 2 കൊരിന്ത്യർ 2:14 ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരെ മുട്ടിന്മേലിൽ നിന്ന് പ്രാർത്ഥിച്ചാണ്. കസറിലിരുന്നും പ്രാർത്ഥിക്കാം, കസറിലിരുന്ന് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ 2:14 ഒന്ന് വായിച്ചാണ്, മലയാളത്തിൽ ഒന്ന് വായിച്ചാണ്. 2 Corinthians 2:14. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒന്ന് വിശ്വസിച്ചാൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Let this word become a power for you. ഹല്ലേലൂയ. ലജ്ജിക്കണ്ട, ലജ്ജിക്കണ്ട. സ്തോത്രം, സ്തോത്രം. നീ നടക്കാൻ പറയും, സാത്താനെന്ന് അറിയട്ടെ, സാത്താനെന്ന് അറിയട്ടെ. ഹല്ലേലൂയ. Let this word is becoming power for you. ഈ വചനം ഒന്ന് നടന്നു കഴിഞ്ഞിട്ട് വന്ന് മുട്ടിന്മേലൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. After you walk a while, come and kneel down and pray. ഹല്ലേലൂയ. ഒരു കംപ്ലീറ്റ് ചേഞ്ച് വരുമോ ഇല്ലയോ നിങ്ങൾ നോക്കിയാൽ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനം ഒരു ഡൈനമൈറ്റ് ആയിട്ട് മാറണം. This word should become a dynamite. This word should become a dynamite. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു കൊണ്ടിരുന്ന ചിന്തകളെല്ലാം തരിപ്പണമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലായ്പ്പോഴും, എല്ലായ്പ്പോഴും. This word, let this word become the power. ഹല്ലേലൂയ. Start praying. പ്രാർത്ഥന തുടങ്ങിയ ടൈം നോക്കണ്ട, സമയത്തിനെ വിട്ടോളാം. എത്ര പ്രാവശ്യം നാം നിരാശപ്പെട്ടു, എത്ര പ്രാവശ്യം നാം ഭയപ്പെട്ടു. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം നാം, how many times were disappointed, how many times were discouraged. But this is the word. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ നിനക്കൊന്നും എന്നെ ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. ഞാൻ വിടുവിക്കപ്പെട്ട മനുഷ്യനാണ്. സാത്താനെ നീ എന്ത് കൊണ്ടെന്നാലും എനിക്ക് അനുഗ്രഹമാണ്. രോഗം കൊണ്ടെന്നാലും എനിക്ക് അനുഗ്രഹം. ആത്മാവിൽ ആരാധിപ്പിക്കും. ഹല്ലേലൂയ. പണനഷ്ടം കൊണ്ടെന്നാലും എനിക്ക് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. വാഹന നഷ്ടം കൊണ്ടെന്നാലും അനുഗ്രഹം. എല്ലാം എനിക്ക് അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം എനിക്ക് അനുഗ്രഹമാണ്, എല്ലാം എനിക്ക് അനുഗ്രഹമാണ്. സ്തോത്രം, സ്തോത്രം.
കർത്താവിൻ്റെ ദാസനാണ് ജോൺ സഹോദരൻ ഈ ലോകത്തിന് കോർഡിനേറ്റ് ചെയ്തത്. നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഇദ്ദേഹം സാത്താനാണ്. ഇദ്ദേഹം എൻ്റെ മകൻ്റെ രോഗമാകുന്ന ഈ പാക്കറ്റ് കൊണ്ട് വരികയാണ്. തിങ്ക് ദാറ്റ് ഹീ ഈസ് സൈറ്റൻ ആൻഡ് ഹീ ഈസ് ബ്രിങ്ങിങ് ദ പാക്കറ്റ് ഓഫ് മൈ സൺ സിക്നെസ്. സോ അത് പൊക്കി പിടിച്ചുകൊണ്ടിരുന്നതാണ്. സോ ഇഫ് ഐ ഡു നോട്ട് നോ ദ വേർഡ് ഓഫ് ഗോഡ് വെൻ മൈ സൺ സിക്നെസ് ഐ വിൽ ഗെറ്റ് ഫ്രൈറ്റൻഡ്. ഇപ്പം എനിക്ക് സത്യം അറിയത്തില്ലെങ്കിൽ എൻ്റെ മകൻ്റെ രോഗം കൊണ്ട് വരുമ്പോൾ കാണുമ്പോൾ എനിക്കെന്താവും? പേടിയുണ്ടാകും. സത്യം അറിയാമെങ്കിൽ എന്ത് ചെയ്യണം? ഓ കം ഓൺ ബ്രിങ് ഇറ്റ്, ഓക്കെ ഹല്ലേലൂയ തന്നാട്ട്. അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നത്? ജയം, അനുഗ്രഹമാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ whenever Satan brings something trouble, what you should do? Come on friend, give it to me. Hallelujah. What he can do, what he can give you? Only blessing. Satan give you blessing only. How many of you believe that? സാത്താൻ നമ്മൾക്ക് അനുഗ്രഹമേ തരാൻ ഒക്കുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സാത്താൻ നമ്മളെ തകർക്കാൻ കൊണ്ടുവരുന്നതെല്ലാം അത് തുറന്നു നോക്കിയാൽ അതിനകത്ത് എന്തോ ഉള്ളത്? അനുഗ്രഹം. എന്തുകൊണ്ടാ? നമ്മുടെ നാഥൻ സാത്താനെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. ഹല്ലേലൂയ. നമ്മളവൻ്റെ മക്കളാണ്. അതുകൊണ്ടായിരുന്നു ആദ്യകാലങ്ങളിലെ ദൈവമക്കൾ എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ. ഇപ്പോഴെന്താ? ഈ വചനം അറിയാത്തതുകൊണ്ട് സാത്താനാണെന്ന് പറഞ്ഞ് പേടിച്ചോടുക. ഹല്ലേലൂയ. ഓട്ടമാണ്. അങ്ങനെയല്ല വേണ്ടിയത്. ഇപ്പോൾ നിങ്ങൾ വഴിയിൽ പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സ് നഷ്ടമായിപ്പോയി, നിങ്ങളുടെ കാറ് പഞ്ചറായിപ്പോയി, ആക്സിഡൻ്റായി, അതിനകത്തും എന്താ ഉള്ളത്? അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. ഞാൻ ഇത്രയും ലോകങ്ങളിൽ സഞ്ചരിച്ച് ഇത്രയും അപകടങ്ങളിൽ എല്ലാം ഇടപെട്ടു. എല്ലാ അനുഗ്രഹം, അനുഗ്രഹം. ഹല്ലേലൂയ. അനുഗ്രഹം. ഓൾവേസ് ബ്ലെസ്സിങ്. എപ്പോഴും അനുഗ്രഹം. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ, നിങ്ങൾ സ്നേഹിക്കുന്ന കുഞ്ഞു രോഗിയാതിരും. അതുകൊണ്ട് അങ്ങനെ വന്നാൽ നിങ്ങളുടെ കരച്ചിൽ കാണുമ്പോഴേ സാത്താൻ വിചാരിക്കും എൻ്റെ തീയമ്പേറ്റു. നിങ്ങളുടെ ചിരി കാണുമ്പോഴേ അവനെന്ത് ചെയ്യും? ഞാൻ എത്ര വലിയ ബോംബിട്ടിട്ടും ഇവനെന്താ? ഇവനൊരു കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വചനമാണോ? നിങ്ങൾ പറയും, ഇത് വചനമാണോ അതോ സൈക്കോളജിയാണോ പറഞ്ഞത്? പ്രോസ്പെരിറ്റി തിങ്കിങ് ആണോ പറഞ്ഞത്? നോ, ട്രൂ വേർഡ് ഓഫ് ഗാഡ്. നിർമ്മലമായ ദൈവവചനം. നമ്മുടെ അധികം പഠിപ്പില്ലാത്ത മാതാപിതാക്കൾ പെന്തക്കോസ് കാലങ്ങളിൽ ഈ വചനങ്ങളിൽ വിശ്വസിച്ച് എന്ത് ചെയ്യുന്നു? അവർ ധൈര്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് പ്രോസ്പെരിറ്റി പ്രീച്ചിങ് അല്ല. ദിസ് ഈസ് ദ റിയൽ വേർഡ് ഓഫ് ഗാഡ്. ഈ വചനത്തിൽ നിങ്ങൾ നിൽപ്പാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. വളരെ ശക്തിയോട് നമ്മൾ സംസാരിക്കാനിടയായി. ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും നമ്മെ ജയോത്സവമായി നടത്തുന്ന, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനെ കേട്ടല്ലോ, കേട്ടിച്ചല്ലോ. ശത്രു കൊണ്ടുവരുന്നതെല്ലാം നമുക്ക് നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം, നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം. ആ ദൈവകരങ്ങളിലേക്ക് എത്തിക്കാൻ സ്തോത്രം. എന്നുള്ള പ്രശ്നങ്ങളെല്ലാം നാളത്തെ അനുഗ്രഹമായി മാറുവാനായി, നാളത്തെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നാളെ നമുക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിനായി ആ വചനത്തിന്റെ മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിക്കാൻ. കേട്ടത് കൊണ്ട് മാത്രമായില്ല, അതിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനിടയാകും, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ തലമുറകളിൽ ലഭിക്കാനിടയായി തീരും. ഈ വചനത്തിന്റെ മുമ്പാകെ ഒരു നിമിഷം നമ്മൾ തന്നെ ദൈവത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് നമ്മൾ ശിശുക്കളെ കർത്താവ് മാനിക്കേണ്ടതിനായി, തന്റെ ദാസനെ കർത്താവ് വലിയ കാര്യങ്ങൾ എടുക്കേണ്ടതിനായി ഹല്ലേലൂയ വളരെ യാത്ര ചെയ്ത് ഈ ദേശത്ത് കടന്നു വന്ന ദൈവത്തിന്റെ വചന ശക്തിയോട് സംസാരിക്കാൻ തന്റെ ദാസനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചെങ്കിൽ അത് നമുക്ക് പ്രയോജനമായി തീരുവാൻ, വരും കാലങ്ങളിൽ പ്രയോജനമായി തീരുവാൻ. ഹല്ലേലൂയ. ആത്മീയരെന്ന് അത് സ്തോത്രം പറഞ്ഞു നടക്കുന്നവരുടെ മുമ്പിൽ യഥാർത്ഥ ആത്മീയരായി തന്നെ, പ്രാർത്ഥനാ വീരന്മാരായി തന്നെ നിൽക്കേണ്ടതിനായി നമ്മൾ തന്നെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാമല്ലോ. ദാസനെ ഒരു ദിവസങ്ങളും ശക്തിയോടെ പുത്തൻ അഭിഷേകത്തോടെ നിർത്തേണ്ടതിനായി, നമുക്ക് ആവശ്യമേറിയ ആലോചന കർത്താവ് പകർന്നു തരേണ്ടതിനായി ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലവും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഓർത്തതെല്ലാം ഞങ്ങളെ തകർക്കുവാനാണെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം അങ്ങയുടെ ദാസൻ കൂടെ കേൾക്കുവാൻ കഴിയുന്നതാവേ, അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർന്നതിനായി സ്തോത്രം. ആ കഷ്ടതയുടെ പുറകിൽ ഒരു നന്മ തന്നതിനായി സ്തോത്രം. ആ പ്രശ്നങ്ങളുടെ പുറകിൽ ഒരു വിടുതൽ തന്നതിനായി സ്തോത്രം. ആ രോഗത്തിന്റെ പുറകിൽ വലിയ സൗഖ്യം തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക്
സകല ആത്മീയ നന്മകൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. ശത്രു ഞങ്ങളുടെ മേൽ ജയം കൊള്ളുവാൻ സ്വർണ്ണം സമ്മതിച്ചില്ല. കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തിയതിനായി സ്തോത്രം. അത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കരങ്ങളിലെ പണം തീർന്നു പോയപ്പോൾ കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തിയതിനായി സ്തോത്രം. ഒന്നുമില്ലെന്ന് തോന്നിയപ്പോൾ കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ കരത്തിൽ ഒന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വരും ദിവസങ്ങളും ദൈവകരത്തിൽ മാത്രം ആശ്രയിച്ച് അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കി ആ ക്രൂശ് ഞങ്ങളുടെ തോളിൽ നിന്ന് മാറാതെ ആ ക്രൂശ് എടുത്ത് ഗോൽഗോഥയിലേക്ക് പോകുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകേണ്ടവരോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതിനുമായി യേശുവിനെ മാത്രം ശ്രദ്ധയോടെ നോക്കി ഓരോ കാഴ്ചപ്പാടുകൾ വയ്പ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസവും പഠനത്തെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ഈ ക്ലാസ് അനേക ജീവിതങ്ങൾക്ക് വിടുതലാക്കി തീർക്കുമാറാകണമേ. പകൽക്കാലങ്ങളുടെ വിലപ്പെടുദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു കർത്താവേ. ഞങ്ങളെ മധ്യ അയച്ചതിനായി സ്തോത്രം. വരും ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വരുന്ന ജനത്തിന് കൊടുക്കുവാൻ